ആൻഡ് ഒരുപാട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഗോൾ കീപ്പറാണ്. കൃത്യമായി മുന്നിലേക്ക് ഇറങ്ങി വന്നും പുറകിലേക്ക് കയറിയും ഗോൾ ലൈൻ സേവുകൾ മുതൽ സ്വീപ്പറായി കളിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് വരെ കടന്നു കയറി നല്ല സേവുകൾ നടത്താൻ കഴിവുള്ളൊരു കീപ്പറാണ് അദ്ദേഹം. തൊട്ടടുത്ത ഹാഫിലേക്ക് നല്ലൊരു കൗണ്ടർ അറ്റാക്കിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തു. പക്ഷെ ഇതായിരുന്നു ആ ഒരു മുന്നേറ്റം. ഇത് കറക്റ്റായി ഒന്നാം തരമായി ഡ്രിബിൾ ചെയ്യാനുള്ള ഒരു ശ്രമത്തിനിടയിൽ പക്ഷെ ഫൈനൽ പാസ് കൃത്യമായി സക്സീഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കേരള പോലീസ് ഈസ് കമ്മിങ് ഇൻ ടു യെറ്റ് അനദർ ത്രോ ഇൻ, യെറ്റ് അനദർ കോർണർ കിക്ക്. കൃത്യമായ ഹെഡർ ക്ലിയറൻസ് ആണ് ഫസ്റ്റ് ടൈം. തിരികെ വിൻ ചെയ്യുന്നു. പന്ത് ലോങ് റേഞ്ച് അറ്റംപ്റ്റ്. എക്സലന്റ് അറ്റംപ്റ്റ്. അവിടെ മനഃപൂർവ്വം ഓൾമോസ്റ്റ് ആ ഒരു പന്ത് കൃത്യമായി ഓൺ ടാർഗറ്റിലേക്ക് തന്നെ വിടുന്നു. ഓരോ സമയത്തും മുന്നിലേക്ക് നൽകുന്ന പന്തുകൾ അത് ഇവഞ്ച്വലി ദിൽഷാദിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അവരിപ്പോൾ ഒരു ടാർഗറ്റ് മാനായി ദിൽഷാദിനെ കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വീണ്ടും നല്ലൊരു ക്രോസ് ആണ്, ഫസ്റ്റ് ടൈം ഡെലിവറി. വലയ്ക്കകത്തേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായി സുഹൈലിന്റെ കൈപ്പിടിയിലേക്ക് ആ ഒരു പന്ത് എത്തിച്ചേരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അദ്ദേഹം അത് ക്ലിയർ ചെയ്യുന്നു. മൊമെന്റുകൾ പലപ്പോഴും പല നല്ല മുന്നേറ്റങ്ങളും അവസാനിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ മറ്റൊരു ഭാഗ്യം ഇവിടെ വീണ് കിട്ടുകയാണ് എന്തായാലും കേരള പോലീസിന്. പക്ഷേ ഗോൾ കീപ്പർ സുഹൈൽ അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റാലിറ്റി കൃത്യമായി കാഴ്ചവെക്കുകയാണ്. നോക്കുക, നല്ലൊരു ഒന്നാം തരം റണ്ണാണ് അവിടെ വീണ് കിട്ടിയത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരു ഔട്ടിങ് കൊണ്ട് ആ ഭാഗ്യക്കേടിനെ ഒരു ഭാഗ്യമാക്കി മാറ്റുകയാണ്, കൺവേർട്ട് ചെയ്യുകയാണ് ഗോൾ കീപ്പർ സുഹൈൽ. ആൻഡ് എക്സലന്റ് വർക്ക് ദർ ഫ്രം സുഹൈൽ. സുഹൈലിന്റെ ഭാഗത്തു നിന്ന് വളരെ മനോഹരമായ രീതിയിലുള്ളൊരു അറ്റംപ്റ്റും ഒരു നല്ലൊരു സേവും അവിടെ കണ്ടു. അവിടെ പന്തിനു വേണ്ടി ഒന്ന് ചാർജ് ചെയ്ത് ഷജീഷ് പുഞ്ചിരി. പക്ഷേ എന്ന സമയത്ത് ഫിസിക്ക് കൃത്യമായി യൂസ് ചെയ്യുന്ന കേരള പോലീസിന്റെ താരങ്ങളെ നമുക്ക് കാണാം. അവിടെ റൈറ്റ് ഫ്ലാങ്കിൽ നിന്നും ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് സ്വിച്ച് ചെയ്തൊരു മുന്നേറ്റമാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ നിലവിലുണ്ട്. വീണ് കിട്ടിയ ഒരു പന്ത്, നല്ലൊരു അവസരം. വീണ്ടും ഗോൾ കീപ്പറുടെ കൃത്യമായ സേവ്. പെനാൽറ്റി ഏരിയയിൽ സുഹൈല് അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ കളിവിളയാട്ടം ഈ ഒരു ഒന്നാം പകുതിയുടെ ആദ്യ 45 മിനിറ്റുകളിൽ കാഴ്ചവെച്ചു. ഇതായിരുന്നു ആ ഒരു മുന്നേറ്റം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ല ഒന്നാന്തരമായാണ് ആ പന്ത് വരുന്നത്. അതൊരു കാർപ്പറ്റ് ഡെലിവറി ആവുന്നു. ആൻഡ് അവിടെ വീണ് കിട്ടിയ ഒരു പാസ് കൃത്യമായി തിരികെ സ്വീകരിച്ച ഒരു ഷോട്ട് തൊടുത്തു വിടാനുള്ള ഒരു ശ്രമം ഫിറോസ് നടത്തി. ഷെഫ് പുറത്തേക്ക് പോവുകയും അതിനൊപ്പം 1-2 ടീമുകൾ പുതിയ അഡീഷനായി കളിക്കളത്തിലേക്ക് വരികയും ചെയ്തു. അതിലൊന്നാണ് ഇന്നലെ മത്സരം കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് FC-യെ ഒരു 2-2 സമനിലയിൽ തളച്ച ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ്ബ്. ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എന്താണ് പറയുക, ടൂർണമെന്റ് ഫേവറേറ്റ്സ് ആയി വളർന്നു വരാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് ടു ബി ഓണസ്റ്റ്. പറഞ്ഞു വന്നത് അതുപോലെ നല്ല ടീമുകൾ കടന്നു വന്നിരിക്കുന്നു. ഈ ഒരു സീസണിൽ ആകെ 14 ടീമുകളാണ് കേരള പ്രീമിയർ ലീഗിന്റെ ഈ ഒരു വേദിയിൽ കളിക്കുന്നത്. ഒരു യെല്ലോ കാർഡിനുള്ളൊരു സാഹചര്യമാണ് റൈറ്റ് നോ കാണുന്നത്. മത്സരത്തിന്റെ 54 മിനിറ്റുകളെ ആയിട്ടുള്ളൂ. അവിടെ കണ്ടിന്യൂസ് ആയി കുറച്ച് ഹാർഷായി തന്നെയാണ് ആ ഒരു ടാക്കിൾ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം അതിനിടയിൽ നടത്തിയത്. അദ്ദേഹത്തെ ചവിട്ടി വെട്ടി വീഴ്ത്തുന്നു എന്ന് പറയാം. റിയൽ മലബാർ FC, വയനാട് യുണൈറ്റഡ് FC, ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ് ആൻഡ് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി, ഇത്രയും ടീമുകൾ കളിക്കുന്നു. വീണ്ടും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്ട്രൈറ്റ് അത് ഗോൾ കീപ്പറുടെ നല്ലൊരു ക്യാച്ച്. സോ ഇത്രയും ടീമുകൾ കളിക്കുന്ന, ഇത്രയും താരങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ലീഗായി കേരള പ്രീമിയർ ലീഗ് വളർന്നു വന്നിരിക്കുന്നു. ആൻഡ് all credits goes to the title sponsor Elite as well as Scoreline and Kerala Football Association. ഇതായിരുന്നു ആ ഒരു ഷോട്ട്. നേരെ മുന്നിലേക്ക് സഞ്ജുവിന്റെ ആ ഒരു ഒന്നാം തരം ഡെലിവറി ആയിരുന്നു. ഫസ്റ്റ് ടൈം ഹെഡർ ആയിരുന്നു. പക്ഷെ ആ ഹെഡർ കൃത്യമായി ഡയറക്റ്റ് ചെയ്ത് പെനാൽറ്റി ഏരിയക്കകത്ത് ആ ഫ്രെയിമിനകത്തേക്ക് അടിക്കാൻ സാധിച്ചു. തിരികെ വിൻ ചെയ്യുന്നു. റൈറ്റ് നോ 0-0 സമനിലയിലാണ് ഈ ഒരു മത്സരം പോകുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്നാൽ ഈ ഒരു മത്സരം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമായി വീണ്ടും അവിടെ കേരള പോലീസിന്റെ പെനാൽറ്റി ഏരിയക്കകത്തേക്ക് കടന്നു കയറുകയാണ്. പക്ഷെ അതും ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ടൂർണമെന്റിലെ തന്നെ 9ാമത് മത്സരമാണിത്. പക്ഷെ ഇതുവരെ നടന്ന 8 മത്സരങ്ങളിലും ആദ്യം ഗോൾ അടിച്ച ടീം ഏതോ ആ ടീം തോൽവി അറിഞ്ഞിട്ടില്ല. അത് കൺസിഡറേഷനിൽ എടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന അരമണിക്കൂറത്തെ ഗെയിം അത്യാവശ്യം നല്ല ഇന്റൻസിറ്റിയോട് കളിക്കാൻ ഇവർക്ക് സാധിക്കും. ഒരു ഗോളിലേക്ക് എത്താൻ സാധിച്ചാൽ, ഇതുവരെയുള്ള ഈ ടൂർണമെന്റിന്റെ തന്നെ റെക്കോർഡാണത്, ഒരു ഗോളിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ തോൽവിയില്ല. കൃത്യമായ ആ പന്തിനെ ഷീൽഡ് ചെയ്ത് നിർത്തുന്ന സഞ്ജുവിന്റെ എക്സ്പീരിയൻസ് കാണുക. നല്ലൊരു റൗളറ്റ് വഴി ആ പന്ത് വീണ്ടും തിരികെ സ്വീകരിക്കുന്നു. വീണ്ടും റിയൽ മലബാർ FC. റിയൽ മലബാറിന്റെ ആ ഒരു പെനാൽറ്റി ഏരിയക്ക് അകത്ത് നിന്ന് ഒന്നാന്തരമായി തുടങ്ങി വെച്ച ഓപ്പർച്യൂണിറ്റി. മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ. പക്ഷേ അത് വലയ്ക്കകത്തേക്ക് കൺവേർട്ടഡ് ആകാതെ പോകുന്നു. ഓ മൈ ഗുഡ്നസ്, വാട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. നല്ല ഒന്നാന്തരമായി ഡിസൈൻ ചെയ്ത് അവിടെ സുഖിലിന്റെ ഒരു റണ്ണും ഉണ്ടായിരുന്നു. ആൻഡ് ആ ഫൈനൽ ഡെലിവറി മാത്രമാണ് ചെറുതായി ഒന്ന് പിഴച്ചു പോകുന്നത്. ബട്ട് വെൽ അറ്റംപ്റ്റഡ്. അവിടെ ആ ഒരു സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഷിഹാബുദ്ദീൻ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നു.
പാരലായി അതേ സമയത്ത് തന്നെ റിയൽ മലബാറും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു. റൈറ്റ് ഫ്ലാങ്കിലേക്ക് പന്ത് വീണ്ടും വെച്ച് നേടുന്നു. നല്ലൊരു ജ്യൂസി ക്രോസ് ആണ് ആവശ്യം. നല്ല ഡെലിവറി ഫസ്റ്റ് ടൈം. കൃത്യമായ സേവ് അവിടെ വീണ്ടും സുഹൈലിന്റെ ഭാഗത്ത് നിന്നും. അവിടെ അദ്ദേഹത്തിന് ഡഗ്ഔട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. എത്രത്തോളം ഒച്ചത്തിലാണ് ആ കൈയടിയും അതുപോലെ തന്നെ ആർപ്പുവിളിയും പോകുന്നതെന്ന്. ഓൾമോസ്റ്റ് ഫൈനൽ മൊമെന്റ് വരെ കേരള പോലീസിനെ, അതും ഹൈ സ്കോറിംഗ് ആയി ഒരു ബീസ്റ്റായി തന്നെ കേരള പ്രീമിയർ ലീഗിൽ നിന്നുകൊണ്ടിരുന്ന കേരള പോലീസിനെ, പക്ഷെ ആ സമയം കൊണ്ട് ഓൾറെഡി അത് എത്തില്ല എന്നുള്ളൊരു കണക്കൂട്ടലിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ആവണം അദ്ദേഹം അത് പാസിലേക്ക് മാറ്റിയത്. സ്ട്രേറ്റ് ടു ദ ഗോൾ കീപ്പർ. ആൻഡ് മത്സരം അവസാനിക്കുന്നു. വാശിയേറിയ നിലയിൽ ഒരുപാട് ആക്ഷൻസുമായി നിന്നിരുന്ന ഒരു മത്സരം. ഗോളുകൾ പ്രതീക്ഷിച്ച് ഈ ഒരു മത്സരം കാണാനായി എത്തിയ ആരാധകർക്ക് നിരാശ എന്നൊരു സാധനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഗോളുകളേക്കാൾ മുകളിൽ ഒരുപാട് നല്ല ആക്ഷൻസ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടു.